നമ്മൾ 39 വായിച്ചു കഴിഞ്ഞു. അത് ശിഷ്യൻ ചോദിച്ച ഒരു സംശയത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു ശിഷ്യൻ ആ സംശയം ചോദിക്കുന്നതിന് മുമ്പേ സ്വാമി പറഞ്ഞതാണ്, എല്ലാ ജീവനും ഇവൻ താമെനിൽ. ഈ ജ്ഞാനി തന്നെയാണ് എല്ലാമായിട്ട് ഇരിക്കുന്നത്. ജ്ഞാനി എന്ന് വെച്ചാൽ ഈശ്വരനും തന്നെയാണ്. ഈശ്വരനെയാണ് ജ്ഞാനിയായിട്ട് ഇവിടെ പറഞ്ഞത്. ഈശ്വരനും ജ്ഞാനിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ജ്ഞാനി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ എല്ലാം ഇവൻ താമെനിൽ. ഈ ഇദ്ദേഹം മുക്തി അടയുമ്പോൾ പിന്നെ മറ്റെല്ലാം മുക്തി അടയാതിരിക്കുന്നതിന്റെ കാരണം ചോദിക്കടിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ജലചന്ദ്രനെ ഉദാഹരിച്ചാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ചട്ടികുടങ്ങളിൽ ഒன்று നശിത്തിടിൽ അതിനുൾ ജലചന്ദ്രൻ ഒട്ടും മുതൽ ചന്ദ്രനോട് കൂടും ഒഴിന്തവൈ കൂടാതെ കട്ടും ഉപാധി നശിച്ചൊരു ജീവൻ കാരണ ആത്മാവിൽ കിട്ടും ഐക്യം ഉപാധി കെടാത്തവർ കേവലരാകാരെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് പറഞ്ഞതാണ്. എങ്കിലും അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് ആ ചട്ടിയിൽ പ്രതിഫലിച്ച ആ ചന്ദ്രൻ എപ്പോഴാണ് ഇല്ലാതാവണത്? നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, പ്രസന്നൊക്കെ കയറി പറഞ്ഞത് എന്താണ്, ഇത് ചട്ടിയിൽ നിന്ന് വെള്ളം വറ്റിയാൽ മതി, ചട്ടിയിലുള്ള വെള്ളം വറ്റിച്ചാൽ മതി, മാത്രം പോലെ ചട്ടി അടിച്ച് പൊട്ടിക്കുക. ഇപ്പോൾ ചട്ടി പൊട്ടി വെള്ളവും ഇല്ലാതാവുമ്പോൾ ഈ ചന്ദ്രൻ അതിൽ പ്രതിഫലിച്ച ജലചന്ദ്രൻ എന്ത് പറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അതിന്റെ ബിംബചന്ദ്രനിൽ പോയി ഐക്യം ചെയ്യുമെന്നാണ് പറയുന്നത്. നശിക്കില്ല. പ്രതിബിംബം ബിംബത്തോട് ഐക്യം ചെയ്യും. ഇതാണ് നമ്മളുമെല്ലാം പ്രതിബിംബ ജീവന്മാരായിട്ടിരിക്കും. ഇതാണ് ചിതാഭാസമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇതെപ്പോഴേ ഈ കാരണാത്മാവിൽ ഐക്യം ഇതിന് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഈ ഉപാധിയായിട്ട് നിൽക്കുന്നതാണ് ഈ അന്ധക്കരണവും ഈ ദേഹാദികളല്ല, അതിന്റെ ഉപാധികളാണ്. അതിനാദ്യം അവർ പറഞ്ഞു വെള്ളം വറ്റിക്കാൻ. വെള്ളം വറ്റിക്കുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാസനയാണ് ആ വെള്ളം. അതിനെ ഇല്ലായ്മ ചെയ്യണം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ കുടം കൂടെ അടിച്ച് ഈ ശരീരമൊക്കെ ഇല്ലാതാവൂല. അതാണല്ലോ നമ്മൾ കാണുന്നത്. ശരീരം കൂടെ പോകുന്ന നിലയ്ക്ക് വിദേഹമുക്തി ഇതിൽ വന്നു ചേരും എന്ന് പറഞ്ഞതാണ് ഈ പദ്യം. ഇങ്ങനെയാണ്. അപ്പം ഈ ജലചന്ദ്രന്മാർ പലതാണ്, അനേകം. അത് ചട്ടിയില്, കുളത്തില്, കായലില്, ഇങ്ങനെ പലയിടത്തും ഈ ചന്ദ്രന്റെ പ്രതിബിംബമുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ജീവന്മാരായിട്ട് വർത്തിക്കുന്നത്. എല്ലാവരും ഉപാധി പരിച്ഛിന്നമായിട്ടിരിക്കുന്ന രൂപത്തിലാണ് വ്യത്യസ്തങ്ങളായിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് എപ്പോഴൊന്നാവും? വാസ്തവത്തിൽ ആ ബിംബം തന്നെയാണ്. ആ ബിംബമായിട്ടിരിക്കുന്നത് തന്നെയാണല്ല. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കൊരു അഭ്യാസമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ ചട്ടിയിലിരിക്കുന്ന വെള്ളം വറ്റിക്കുക, ചട്ടിയും പൊട്ടിച്ച് കളയുക. ഇങ്ങനെ ഈ രണ്ട് രൂപത്തിലും ഇതിലിരിക്കുന്ന ആ ചന്ദ്രൻ മുതൽ ചന്ദ്രനോട് കൂടി ഒട്ടുമെന്ന് വെച്ചാൽ അത് ഐക്യം ചെയ്യും. ഈ രൂപത്തിലാണ് ഇതിൽ ജ്ഞാനം ഫലിക്കുന്നത്. ഈ ഉപാധി ഉള്ളിടത്തോളം ഇതിങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഒരു ജീവൻ മുക്തനായിരിക്കുന്ന ഒരു പുരുഷൻ, അവരെ സംബന്ധിച്ച് ഈ വ്യവഹാരമെല്ലാം ബ്രഹ്മാനന്ദ രസമായിട്ട് തന്നെ അവരെ അനുഭവിച്ചു തീർക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സുഖവും ദുഃഖവും വെറും കൽപ്പനകൾ മാത്രമാണ്. ഈ പ്രപഞ്ച വസ്തുക്കളെ കൽപ്പനയാണ്. അപ്പൊ പിന്നെ അതിൽ വരുന്ന സുഖവും ദുഃഖവും കൽപ്പനയല്ലാതെ വേറെ എന്തെങ്കിലുമാണ്. കൽപ്പന എന്ന് പറയാൻ വേറെ ഒരു കാരണങ്ങളുണ്ട്. പുത്രനോട് വലിയ ഇഷ്ടം, ഒരു കൽപ്പനയാണ്. അതേ പുത്രനോട് ഭയങ്കര വൈരം, അതും ഒരു കൽപ്പനയാണ്. അതിൽ പുത്രനുമായിട്ട് എന്ത് ബന്ധം ഇതെല്ലാം നമ്മുടെ മാനസികമായിരിക്കുന്ന മനോവൃത്തികളിൽ വരുന്ന മാറ്റങ്ങളല്ലാതെ വാസ്തവത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വേദം നമുക്ക് പറഞ്ഞു തരുന്നു. വേണമെങ്കിൽ പുലിയും അനുകൂലമെങ്കിൽ ഇഷ്ടമാവാം. ഒരു പുലിയോടാണെങ്കിലും അത് നമുക്ക് അനുകൂലമായിട്ട് അത് നിൽക്കുന്ന പക്ഷം അതിനോട് ഒരു ഇഷ്ടം തോന്നാം. പ്രതികൂലമെങ്കിൽ പുതൽവനും വെറുപ്പാം. പുത്രനോടാണെങ്കിൽ അവൻ അനിഷ്ടമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവനോട് വെറുപ്പുണ്ടാവും. അപ്പൊ ഇത് സ്വാഭാവികം, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു ശാശ്വതത്വം ഇല്ല. അത് മനസ്സിലാക്കിക്കോ. അങ്ങനെ പറഞ്ഞാണ് സ്വാമി അതിനെ അവസാനിപ്പിച്ചത്. എന്തായാലും ലാസ്റ്റിൽ പറഞ്ഞു, ജീവത്വത്തിന് മുഖ്യ ഉപാധി സുഷുപ്തിയിലുള്ള അവിദ്യ കൂറാകുന്നു.
ഈ അവിദ്യ തന്നെ ജാഗ്രത്തിൽ അന്ധക്കരണമായി പരിണമിച്ചിരിക്കുന്നതിനാലും അത് തോന്നിയതിന് ശേഷം മാത്രമേ ജീവത്വം തോന്നുകയുള്ളൂ എന്നതിനാലും അന്ധക്കരണത്തിന് ജീവ ഉപാധി എന്ന് പറയുന്നു. അവിദ്യയെ ജീവ ഉപാധിയായി സ്വീകരിക്കാതിരുന്നാൽ പ്രാജ്ഞനെന്നത് പറയുന്ന ശ്രുതി വിരോധമാണ്. പ്രാജ്ഞൻ എന്ന് വെച്ചാൽ ആരെന്നറിയാം? സുഷുപ്തിയിലെ അഭിമാനി ജീവന്റെ പേരാണ് പ്രാജ്ഞ. ഈ മൂന്ന് ദേഹങ്ങളെന്നാണ് പറയുന്നത്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ കാരണദേഹം, സ്ഥൂലദേഹം എന്ന് പറയുന്നത് അതിന്റെ അഭിമാനി ജീവന്റെ പേരാണ് ചിതാഭാസൻ, വിശ്വൻ, വ്യാവഹാരികൻ. വിശ്വൻ, വ്യാവഹാരികൻ, ചിതാഭാസൻ എന്നുള്ളത് ഈ ജാഗ്രത അവസ്ഥ, അതാണ് ഈ സ്ഥൂല ശരീരം. ഇതിന്റെ അഭിമാനി ജീവന്റെ പേരാണ്. സൂക്ഷ്മ ശരീര അഭിമാനി ജീവന്റെ പേരാണ് തൈജസൻ, സ്വപ്നകൽപിതൻ, പ്രാതിഭാസികൻ. 3 പേര് കൊടുക്കും. ഓരോന്നിനും 3 പേരാണ്. കാരണശരീരം അതാണ് സുഷുപ്തി അവസ്ഥ. അതിൽ അഭിമാനി ജീവന്റെ പേരാണ് ഇവിടെ എന്താണ് പ്രാജ്ഞൻ, പാരമാർത്ഥികൻ, അവശ്യൻ. പറയുന്നതെന്ന് വെച്ചാൽ ഉപാധിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ആ പ്രാജ്ഞന് പ്രസക്തിയില്ല. കാരണം പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ ഉപാധിയിൽ പ്രതിഫലിച്ച ആത്മചൈതന്യത്തിനെയാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. എന്താണ് പ്രാജ്ഞന് ശരിക്കും ആ ബ്രഹ്മമായിട്ടുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ല. കേവലം ഉപാധിയുമായിട്ട് സംബന്ധപ്പെട്ട് കാണുന്നതാണ് ഇതിന്റെ വ്യത്യാസം. അതല്ലെങ്കിലോ വാസ്തവത്തിൽ ഇത് ഈ പറഞ്ഞ ചൈതന്യം എല്ലാം ഒന്ന് തന്നെ. പക്ഷെ നമുക്കവർ പറയുന്നു മുക്തി എന്ന് പറയുന്നത് ഈ ചിതാഭാസൻ അതിന്റെ കാരണത്തിൽ പോയി ചേരുന്നതാണ്. കാരണത്തിൽ പോയി ചേരണമെങ്കിൽ ചിതാഭാസന് എന്താണ് വേണ്ടത്? ഈ ഉപാധി നശിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും അതിൽ ഈ ജലചന്ദ്രൻ ആ ജലം നശിച്ചുടനെ ആ കാരണചന്ദ്രനിൽ പോയി ചേരുന്നത് പോലെ സ്വാഭാവികമാണ്. ഇതിനാണ് ബ്രഹ്മാത്മ ഐക്യജ്ഞാനമായിട്ട് ഇവിടെ പറഞ്ഞത്. വ്യത്യാസപ്പെട്ട് എടുത്തിയൊന്നുമല്ല പറഞ്ഞത്. എപ്പോഴും ആ ഉപാധി നശിച്ചാൽ അതിനകത്ത് ആ പ്രതിബിംബ ചന്ദ്രന് നാശം സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞാലും പ്രതിബിംബ ചന്ദ്രന് നാശം വരുന്നില്ല. പ്രതിബിംബ ചന്ദ്രൻ നേരെ അതിന്റെ ബിംബ ചന്ദ്രനിൽ പോയി ഐക്യം ചെയ്യുന്നു. ഇതാണ് അതിന്റെ അവരുടെ ഒരു കൺസെപ്റ്റ്. ഇതുപോലെയാണ് നമ്മൾ. ജീവനെന്ന് പറയുന്നത് വേറെ ആരുമല്ല, ആത്മാ തന്നെയാണ്. പക്ഷെ അത് ഉപാധി പരിച്ഛിന്നമായിട്ട് തുച്ഛമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഐക്യജ്ഞാനം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഈ ഉപാധി നശിച്ചാൽ മതി. ഉപാധി നശിക്കുകയാണെങ്കിൽ ഇവിടെ ഉപാധി നശിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദേഹ, ഇന്ദ്രിയ, മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, പ്രാണൻ, ഇതാണ് 7 ഉപാധികൾ. ഇതിനെ നശിപ്പിക്കാതിന്റെ അർത്ഥം ഇതിനെ വിവേകത്തോടുകൂടി നോക്കിക്കണ്ടാൽ മതി. വിവേകത്തോടുകൂടി നോക്കിക്കണ്ടാൽ, അതായത് ഈ ആത്മാവുമായിട്ട് ഇതിന് യാതൊരു സംഘവും ഇല്ല. ഈ ജീവൻ ഇതുമായിട്ട് ചേർന്നിട്ടില്ല. ഈ സത്യത്തെ സമാധിയിലൂടെ ഉണരുന്ന ഒരാൾക്ക് ഈ ജ്ഞാനം ഉണ്ടാവുന്ന ജ്ഞാനം എന്ന് വെച്ചാൽ ആ ഐക്യജ്ഞാനം. ഇത് പോയി അവിടെ ഐക്യം ചെയ്യും. ബ്രഹ്മാത്മാ ഐക്യജ്ഞാനം. ഇതിനൊക്കെയാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതൊരു അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാകുമോ ആ അന്ധകരണ അവച്ഛിന്ന ചേതനത്തിലുള്ള അജ്ഞാന അംശം ജ്ഞാനത്താൽ നിവൃത്തിയാകും. അജ്ഞാനം നീങ്ങിയവർ മുക്തനാകും. ഏത് അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നില്ലയോ ആ അന്ധകരണത്തിൽ അജ്ഞാനാംശമുണ്ട്, ബന്ധവുമുണ്ട്. അജ്ഞാനാംശം നീങ്ങി മുക്തനായവൻ ബ്രഹ്മദൃഷ്ടിയാൽ ജഗജീവ വരങ്ങളായി വിളങ്ങുന്നതിൽ അവനെല്ലാമാകുന്നു പറയുന്നതിൽ സംശയമൊന്നുമില്ല. അവനെല്ലാമായി വിളങ്ങുന്നു എന്ന് പറയുന്നതിലും സംശയമൊന്നുമില്ല. ഇതൊക്കെ വായിച്ച് വിട്ടപ്പോൾ അങ്ങ് പോയി. വിചാരമില്ലാതെ ഇതിനെ നോക്കിക്കണ്ടാൽ ഒരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ നല്ല വിചാരപൂർവകമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ജഗജീവവരങ്ങളായി ഇരിക്കുന്നതിൽ സംശയം ഇല്ലെന്ന് പറഞ്ഞത്? അത് മുമ്പ് പറഞ്ഞു തന്നു. അധിഷ്ഠാനം അല്ലെങ്കിൽ ആരോപം അധിഷ്ഠാനത്തെ വിട്ടിരിക്കാൻ പറ്റില്ല. വേറെ ഒത്തി പറഞ്ഞാൽ കയറില്ലെങ്കിൽ പാമ്പില്ല. കയറ് തന്നെയാണ് സാമാന്യമായി പാമ്പെന്നുള്ള ഒരു അധ്യാസ രൂപമായിട്ട് പ്രകാശിച്ചിരിക്കുന്നത്. കയറില്ലെങ്കിൽ പാമ്പുണ്ട്.
അപ്പോൾ ആധാരമില്ലെങ്കിൽ അധ്യാസത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ആ നിലനിൽപ്പ് തന്നെ ഈ ആധാരത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളത് ആധാരമാണ്, ആധാരമില്ലെങ്കിൽ അധിഷ്ഠാനം എന്ന് വെച്ചോളൂ. ഇവിടെ മൊത്തമായിട്ട് പറഞ്ഞാണ്. ഇനി പിരുത്ത് പറയുന്നത് വേറൊരു രൂപത്തിൽ. അത് വരുന്നതിന് മുമ്പേ സാമാന്യമായിട്ട് പറയുന്നത് ഈ അധിഷ്ഠാനത്തിലാണ് ഈ ആരോപം നിൽക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു ഈ അധിഷ്ഠാനം തന്നെയാണ് ആരോപമായിട്ട് തോന്നിയത്, ആരോപമായിട്ട് നിന്നത്. കയറില്ലെങ്കിൽ പാമ്പില്ല, അതുപോലെ കയറ് തന്നെയാണ് പാമ്പ് രൂപത്തിൽ പ്രകടമായത് എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു ഇതെല്ലാം പ്രകടമായിരിക്കുന്നത് ഏതിലാണ് എന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു ഈ ജഗജീവ പരങ്ങളെല്ലാം ഈ ബ്രഹ്മത്തിൽ തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പറയുന്നു ബ്രഹ്മം തന്നെയാണ് ഇത് എന്ന് പറയുന്നു. അതാണ് അവരുടെ ലോജിക്ക്. കാരണം എന്താണ്? ബ്രഹ്മമില്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇപ്പം ആകാശമാണ് ഈ സകല കാര്യങ്ങൾക്കും ഇരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നത് അല്ലെ? ആ രീതി ചിന്തിക്കുമ്പോൾ ആകാശം ഇല്ലെങ്കിലോ ഇതൊന്നുമില്ല, ഇരിക്കാൻ ഇടമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ബ്രഹ്മത്തിനൊന്നും ഇരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞത് മാത്രം. കാരണം എന്താണ്? അന്യമായ ഒന്നുമില്ല. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ല എന്നല്ല, ഇതെല്ലാം എങ്ങനെ ഇരിക്കുന്നു? ബ്രഹ്മമായിട്ടിരിക്കുന്നു. ഇതിന് വേർതിരിവ് വരുമ്പോൾ ദ്വൈതം ഏർപ്പെട്ട് ഇതിൽ ഭയവും പിന്നെ മറ്റു വൃത്തികളും എല്ലാം ഉണ്ടാവാത്ത വിധം ഇത് താനായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അന്യം വന്നു കഴിഞ്ഞാൽ ഭയമുണ്ട്. പറഞ്ഞിട്ടില്ലേ? ദ്വൈതേ ന അദ്വൈതേ ഭയം അസ്തി. ദ്വൈതത്തിലാണ് ഭയം. ദ്വൈതം രണ്ടെന്ന് വന്നാൽ ഭയം. ഇത് രണ്ടറ്റ് ഒന്നായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണെന്ന് ആ സാക്ഷാത്കാര ജ്ഞാനത്തിലൂടെ ബോധ്യപ്പെട്ട ഒരാൾക്ക് ഇതെല്ലാം ബ്രഹ്മമയം, ആ ഒരു ബ്രഹ്മമയമായ ഒരു അനുഭവമാണ് നമുക്ക് വന്നു ചേരുന്നത്. ഏതോടുകൂടി? അല്ലെ, ജ്ഞാനത്തോടുകൂടി. ജ്ഞാനം ഫലിക്കുക എന്ന് വെച്ചാൽ അർത്ഥം അദ്വൈതാനുഭവം വന്നു കഴിഞ്ഞു. സർവം ഈ ഞാൻ തന്നെയാണ്. കൃഷ്ണ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് അർജുന എല്ലാമായിട്ട് നിൽക്കുന്നത്. നീയായിട്ട് നിന്നത് ഞാൻ തന്നെയാണ്. നിന്റെ വിരോധിയായിരിക്കുന്ന ദുര്യോധനായിട്ട് നിന്നത് ഞാൻ തന്നെയാണ് അർജുന. ഞാൻ തന്നെയാണ് എല്ലാം. പിന്നെ എന്താണ് വ്യത്യാസം? ഈ അന്ധകരണത്തിലുള്ള വ്യത്യാസം, ഉപാധിയിലുള്ള വ്യത്യാസം. ഈ ഉപാധിയിലുള്ള വ്യത്യാസം മാറി ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നത്. അതുവരെയ്ക്കും വ്യത്യാസം തുടരും. ഈ വ്യത്യാസവും ഈ ഭേദവും തന്നെയാണ് ജീവത്വം. ആ ജീവത്വം മാറി ഈശ്വരത്വം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നെന്നുള്ള ഏകം ഏവം അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ഒരു എങ്ങനെയാണ് അത്? സാധാരണ അനുഭവമല്ല, പ്രത്യഭിജ്ഞ അനുഭവം എന്നല്ല അവർ പറയുന്നത്. പ്രത്യഭിജ്ഞ ഉണ്ടാവും. സാധാരണ നമുക്ക് വ്യക്തമായ രൂപത്തോടു കൂടിയുള്ള ഒരു അനുഭവത്തെയാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. ഈ പ്രത്യഭിജ്ഞാ ജ്ഞാനമാണ് ഇതിൽ സംഭവിക്കുന്നത്. സമാധി വിട്ടുവരുന്ന ആള് അയാൾക്ക് പ്രകാശിച്ച എന്താണ്? ഈ പ്രത്യഭിജ്ഞയാണ്. സമാധിയിൽ താൻ എങ്ങനെ ഇരുന്നു എന്നുള്ള രൂപത്തിൽ തന്നെ അയാൾക്ക് ഈ സമാധി ഉണർന്നതിന് ശേഷവും ഇരിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യഭിജ്ഞ. അങ്ങനെയുള്ള പ്രത്യഭിജ്ഞാ ജ്ഞാനം ഇതിൽ ഉണ്ടാവും. അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ദൃഢമായ അഭ്യാസം വേണം. അഭ്യാസം എന്ന് പറഞ്ഞാൽ വലിയ എഫർട്ടല്ല. നമ്മൾ ഈ പറഞ്ഞില്ല, ഈ മനോവൃത്തികളെ നിയന്ത്രിച്ച് പറഞ്ഞില്ല, ഈ ഉപാധിയെ കെടുത്തണം. ഈ ഉപാധിയെ കെടുത്തണം. അത് രണ്ട് ഈ പറയുന്ന ചട്ടിയും അതിൽ ഇരിക്കുന്ന വെള്ളവുമാണ് അതിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ, ബിംബചന്ദ്രന് ഇരിപ്പിടം. അപ്പൊ ഈ ബിംബചന്ദ്രൻ അതിൽ നിന്ന് മുക്തമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചട്ടി ഉടച്ചു കളയണം. അപ്പോൾ വെള്ളവും പോയി, വെള്ളവും പറ്റി, ചട്ടി ഉടയണം. ഇതുപോലെ അന്ധകരണത്തിലുള്ള ഈ മലദോഷങ്ങളെല്ലാം മാറ്റിക്കളയണം. രാഗദ്വേഷ മത മത്സരങ്ങൾ തന്നെയാണ് മല. ഇതിനെ മാറ്റിക്കളയണം. പിന്നെ അത് മാറ്റി മുക്തമായി നിന്ന് അനുഭവിച്ചവരാണ് നമ്മുടെ ജീവൻ മുക്ത പുരുഷന്മാർ. പക്ഷെ അവർക്കും വ്യവഹാരം ഇതിൽ തുടർന്നാൽ തന്നെ നിൽക്കും. അവരെ വ്യവഹാരത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു.
അവർക്ക് സമാധി അനുഭവം എന്ന് പറയുമ്പോൾ ഈ വ്യവഹാരം ആണെങ്കിൽ അവർക്ക് സമാധി അനുഭവം അതിൽ നിന്ന് മാറുന്നില്ല. എന്നിട്ട് രണ്ടാമത് പറഞ്ഞു, അവർക്ക് ഈ പറഞ്ഞ കാമവാദികൾ വന്നാലും കണത്തിൽ മനത്തിൽ പറ്റാ. അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ രാഗദ്വേഷങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം, പക്ഷെ സ്ഥിരമായി അവരുടെ മനസ്സിൽ അത് നിൽക്കില്ല. അവർക്കുകളെ കാരണം എന്തെന്ന് വെച്ചാൽ അപ്പോഴപ്പോഴുള്ളതുപോലെ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമവിക വച്ച് സൂക്ഷിക്കുക എന്ന് പറയുന്ന രൂപത്തിൽ അവർക്ക് പറ്റില്ല. എല്ലാം അപ്പോഴപ്പോഴുള്ളതുപോലെ ചെയ്യും, കളയും, പിന്നെ അവർ സൂക്ഷിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ അവർക്കുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സുരേഷ്. നമുക്ക് എന്തിനാണ് ഇതുകൊണ്ടുള്ള ഗുണം? അതുപോലെ വിട്ടുകളയേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും പഴയതുണ്ടെങ്കിൽ വിട്ടുകളയണം. വിട്ടുകളഞ്ഞ് എപ്പോഴും ഫ്രഷായിട്ട് മനസ്സിന് വെച്ചുകൊണ്ട് ആ ജ്ഞാനത്തിലേക്ക് വരാൻ ശ്രമിക്കണം. ഇല്ല, ഈ അജ്ഞാനം നീങ്ങി മുക്തരായവർ ബ്രഹ്മനിഷ്ഠയാൽ ജഗജീവ പരങ്ങളായി വിളങ്ങുന്നു എന്നതിൽ സംശയമില്ല. വാസ്തവത്തിൽ നമ്മളൊരു ജ്ഞാനി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരാണ്? അല്ല, വ്യക്തിത്വം നഷ്ടപ്പെട്ടു. ഞാൻ എന്നുള്ള ഭാവം, ഇതിനാണ് അഹങ്കാരം. അതെ, ഞാനെന്ന് തോന്നുന്ന ഏതിനെയൊക്കെ പിടിച്ചാണ് അതെ? ഞാൻ വൈദ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറച്ച് വൈദ്യമൊക്കെ പഠിച്ചിരിക്കുക, അപ്പൊ ഞാൻ വൈദ്യനാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന അതിന് വൈദ്യം എന്ന് പറയുന്നതാണ് സപ്പോർട്ടായിട്ടിരിക്കുന്നത്. ഞാൻ ജാതിയെ പിടിച്ചത്, പഠിത്തത്തെ പിടിച്ച്, ഞാൻ MA പാസ്സായ ആളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ പിടിച്ച് ഞാൻ ഇങ്ങനെ പൊന്തി നിൽക്കും. ഇതിനാണ് അഹങ്കാരം. ഞാൻ എഴുതി നിൽക്കും. എന്നാൽ ഇത് ഒരു പൊരുളും പിടിക്കാനില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ശബ്ദത്തിൽ പൊന്താൻ പറ്റുമോ? ഇല്ല, അടങ്ങും. ഇതാണ് ജ്ഞാനികളുടെ നില. അവർക്ക് ഞാനില്ല, ഞാൻ മാറി എന്നാണ് പറയുന്നത്. ഞാൻ മാറിയിട്ട് എന്നാൽ അവരെങ്ങനെ വ്യവഹരിക്കുന്നു എന്ന് ചോദിച്ചാൽ നാമം വ്യവഹരിക്കും. നാരായണ ഗുരുദേവനൊക്കെ പിന്നീട് പറഞ്ഞത് നാം അവിടെ വരാം. അപ്പോൾ രണ്ടുപേരും വന്ന് പറഞ്ഞു, സ്വാമി ഞങ്ങളവിടെ ഇങ്ങനെ ഇത്രാം തീയതി ഒരു ഫംഗ്ഷൻ സ്വാമിയെ വിളിച്ച് പാദപൂജ ചെയ്ത് ഇതാക്കണമെന്നാണ് ആഗ്രഹം. ആകട്ടുള്ളൂ നാം അവിടെ വരാം. എല്ലാവരും പോയി. അപ്പോൾ പറഞ്ഞ് വേറൊരാൾ വന്നു, അതേ ദിവസം തന്നെ പറയാം, നമുക്ക് എങ്ങനെയാണ് സ്വാമി ആ ഡേറ്റാണ് ഒരു ഡേറ്റ് പറഞ്ഞത്. ആകട്ടുള്ളൂ നാം അവിടെ വരാം. രണ്ടുപേരും പറഞ്ഞിട്ട് പോയി. ഇവിടെ കേട്ടോണ്ടിരുന്ന ആള് കൺഫ്യൂഷനായി. സ്വാമി എന്തോ സ്വാമി പറഞ്ഞത്? സ്വാമി ഇത്രാം തീയതി അവിടെ ചെല്ലാന്ന് പറഞ്ഞ അവിടെ അപ്പോഴെങ്ങനെ ഇവിടെ പോകാൻ പറ്റുള്ളൂ? അതൊക്കെ നോക്കാടോ എന്ന് പറഞ്ഞു. അവരെല്ലാവർക്കും സർവ്വചരാചരങ്ങളായിരിക്കുന്നത് അവരിതാണ്. ഒരിക്കൽ ശ്രീസ്വാമിയുടെ അടുത്തൊരു അമ്മ വന്ന് പറഞ്ഞ്, സ്വാമി എന്നല്ല മോനെന്നാണ് വിളിക്കുന്നത്. ഇത്ര സ്നേഹമുള്ള ഒരു അമ്മ എൻ്റെ വീട്ടിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നു. അതിനെന്താ അമ്മയെ വരാമല്ലോ എന്നായി. ശരി, അമ്മ ആണെങ്കിൽ ഇതെല്ലാം വെച്ച് കാത്തിരുന്നു. ആരും കണ്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇവര് വന്നോയില്ല. ഇതിനിടയ്ക്കാണ് ഒരു പട്ടി കുറച്ച് അവിടെ നിൽക്കണതാണ്. ഇവർക്ക് ദേഷ്യം വന്ന് ഇവർ കുറച്ചെടുത്ത് അതിലിട്ട് എറിഞ്ഞു. അത് കഴിഞ്ഞ് ആ ദിവസം തീർന്നു. പിറ്റേ ദിവസം ഇവിടെ വരെയുള്ളൂ വഴക്കുമായിട്ട്. വഴക്കോട്ട് വന്ന് ചോദിച്ചു, എന്ത് നിങ്ങൾ വരാത്തെന്നുള്ള രീതിക്ക് ചോദിച്ചപ്പോൾ ഞാൻ വന്നല്ലോ, എനിക്ക് തരുകയും ചെയ്തല്ലോ, ഞാൻ കഴിക്കുകയും ചെയ്തല്ലോ, എല്ലാം ആയല്ലോ. ഇതാണ് അത് സർവത്ര എല്ലാമായി പോയി ഇല്ലേ? അത് എല്ലാമായി ഇരിക്കുന്നതും അവർ തന്നെയാണ്. ഒരു എന്തോ പറയുമല്ലോ, അതിൽ എല്ലാമായിട്ട് താരതമ്യമായിപ്പോയി. ഇതാണ് ജ്ഞാനത്തിന്റെ വേറൊരു സ്റ്റേജാണ്. അതാണ് പറഞ്ഞ ജീവത്വം മാറിയപ്പോ ആ ജീവത്വം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിന്നു? ഈ ഓരോന്നിൽ പിടിച്ചാണ് നിൽക്കുന്നത്. ജാതി, വർണ്ണം, ആശ്രമം, പിന്നെ പഠിപ്പ്, കുലം, ഗോത്രം, ഇതെല്ലാം ഏതിനെയാണ് വെച്ചിരിക്കുന്നത്? ഈ ആൺബുദ്ധിയെ കഴപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം വിട്ടുടനെ ഈ ആൺബുദ്ധി നാശമായിപ്പോയി. ഇതിനാണ് അഹങ്കാരം നാശമായിപ്പോയി. പിന്നെ ഈ അഹംബുദ്ധി എങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ചാൽ സമഷ്ടിയാണ്. അതാണ് അദ്ദേഹം സ്വാമി പറഞ്ഞത്, നാം അവിടെ വരാം. നാം ഇനി വരേണ്ട കാര്യമില്ല, നാം എല്ലായിടത്തും നടന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജീവൻ മുക്തന്മാരെല്ലാം വാസ്തവത്തിൽ ഈശ്വര പ്രകൃതത്തിൽ ഇരിക്കുന്നവരാണ്.
അവർക്ക് സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ലെന്നാണ് ചിദാനന്ദസ്വാമിയൊക്കെ പറഞ്ഞ് മനസ്സിലായിരിക്കുന്നത്. വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഇവരെ തന്നെയാണ്. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഒരു കാര്യം കണ്ടു. അവിടെ പ്രത്യേകിച്ച് ഈ ക്ഷേത്രാരാധനകൾ അങ്ങനെയുള്ളതിലൊന്നും അവർക്കൊന്നും ഒരു താല്പര്യമില്ല. ക്ഷേത്രങ്ങളൊന്നും അങ്ങനെ പോകാറില്ല. അവർ പറയുന്ന ആശ്രമത്തിൽ, അവർ അത് രണ്ടാം ആശ്രമത്തിൽ വരും, സ്വാമി പറയണത് കേൾക്കും, ഈ പറഞ്ഞ കൈവല്യത്തിൻ്റെയൊക്കെ 2 പദ്യങ്ങളൊക്കെ പാരായണം ചെയ്യും, ഇത്രയൊക്കെ. വേറെ ഒന്നിലുമില്ല. അവർ അടുത്ത സ്റ്റേജാണ്, അല്ലേ? രണ്ടാമത്തെ സ്റ്റേജാണ്. ഇങ്ങനെ സ്റ്റേജ് മാറി മാറി വരുമല്ലോ. ഇപ്പൊ യഥാർത്ഥത്തിൽ അവര് കണ്ടത് ആരെയാണ്? ഇപ്പൊ വഴിയപ്പ സ്വാമിയെ കണ്ടെങ്കിൽ അവരാരാണ്? അദ്ദേഹം ആരാണ്? സാക്ഷാൽ ഈശ്വരൻ തന്നെ. പറഞ്ഞു കൊടുക്കും, എല്ലാം പറയുന്നത്. അതായത് ഇതില് സംസാരിക്കുന്ന ഗുരു, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഗുരുവാണ്. ഗുരുവിനെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ 40ാമത്തെ പദ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ സ്വാമി പറയുന്നു, ഇവൻ അയൻ മാൽ ശിവനാകിയ ജീവരോട് എപ്പടി ഒപ്പാവാൻ ശിവൻ മുതൽ മൂവരും അഖില ചിരുട്ടി തിരി നാശങ്ങൾ ചെയ്യുവാർ. അവർ പിറർ മതികളും മുക്കാലങ്ങളും അറിവാർ വിഭുവാവാർ. തകമികു ഗുരുവേ ഇവർക്ക് അവയിലോർ ചറ്റും കാണേനെ. ഇവൻ അയൻ മാൽ ശിവനാകിയ ജീവരോട് എപ്പടിയൊപ്പാർ. ശിവൻ മുതൽ മൂവരും അഖില ചിട്ടി നാശങ്ങൾ ചെയ്യുവാർ. അവർ പിറർ നദികളും മുക്കാലങ്ങളും അറിവാർ വിഭുവാവർ. തകമികു ഗുരുവേ ഇവനുക്ക് അവയിലോർ ചറ്റും കാണേനേ. ഇവൻ അയൻ മാൽ ശിവൻ ആകിയ എന്നുവെച്ചാൽ ഈശ്വരോട്, ഈ ജ്ഞാനിയായ ഇവൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മുതലായ ഈശ്വരന്മാരോട് എപ്പടി ഒപ്പാവൻ, എങ്ങനെ ഒപ്പമാകും? നമ്മൾ പറഞ്ഞല്ലോ, ഈ ജ്ഞാനി ഈശ്വരനോട് ഒപ്പമാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ആ ഈശ്വരന്മാരെ മൂർത്തികളായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ഇവരോട് എങ്ങനെയാണ് ഒരു ജ്ഞാനി ഒപ്പമാകുന്നത്? അവരും ജ്ഞാനിയായിട്ടൊരു വ്യത്യാസമില്ലെന്ന് എങ്ങനെയാണ് പറയുന്നതെന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. അതായത് എപ്പടി ഒപ്പാവാൻ, എങ്ങനെ ഒപ്പമാകും? ജീവൻ മുതൽ മൂവരും, രുദ്രൻ നാരായണൻ ബ്രഹ്മൻ എന്ന മൂവരും അഖില തിരി നാശങ്ങൾ ചെയ്യുവാർ. അവർ പിറമതികളും മുക്കാലങ്ങളും അറിവാർ. അവർകൾ അന്യരുടെ ബുദ്ധികളെയും ഭൂത ഭവിഷ്യത്ത് വർത്തമാനം എന്ന ത്രികാലങ്ങളെയും അറിയുന്നവരാണ്. ഇതിനാൽ വിഭു അവർ സർവത്തിലും സംബന്ധിച്ചവരാകുന്നു. അവർ തവമികു ഗുരുവേ, തപോധനനായ ആചാര്യരെ, ഇവനുക്ക്, ഈ ജ്ഞാനിക്ക് അവയിൽ ഓർ ചറ്റും കാണേനെ. ആ മഹിമകളിൽ ഒരു ചെറുതുപോലും കാണുന്നില്ലല്ലോ. അതിനാൽ കണ്ടിലേൻ ആകലിൽ എപ്പടി ഒപ്പാവൻ എന്ന് അന്വയിക്കുക. അതായത് ഇവിടെ തവം എന്നത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവകളുടെ ഏകാഗ്രത, ക്ലിച്ഛ ചാന്ദ്രായണാദികളെ അല്ല എന്നറിയുക. ഇവിടെ ക്ലിച്ഛ ചാന്ദ്രായണാദികളെ അല്ല ഇവിടെ സൂചിപ്പിച്ചത് തവം എന്ന് പറഞ്ഞത്. ഇവിടെ തവം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവകളുടെ ഏകാഗ്രതയാണ് തവം എന്ന് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ ഇത്ര? അതായത് ഒരു ജ്ഞാനി ഈശ്വരനോട് ഒപ്പമാണെന്നാണ് ആ മുമ്പ് പറഞ്ഞത്. പക്ഷെ ശിഷ്യന്റെ സംശയം, അതെങ്ങനെ ഒപ്പമാകും? അവര് ഈ പറഞ്ഞ കണക്ക് ശിവൻ, അയൻ, മാൽ എന്നൊക്കെ പറയുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര്, അവർക്ക് മുക്കാലങ്ങളും അറിയാം, ഓരോ ആളുടെ മനസ്സിലിരിക്കുന്നതിനെ അറിയാം. അതുപോലെ അവരാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്നത്. എന്നാൽ ഇത് ഒന്നും മറ്റേ ജ്ഞാനികളിൽ കാണുന്നില്ലല്ലോ. അവർ ഈ പറഞ്ഞ കണക്ക്
ഇതെല്ലാം അങ്ങനെ ആ പൂർണ്ണ സ്കെയിലിൽ ഇല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലേക്കാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ സ്വാമി ചിന്മയാനന്ദ സ്വാമികൾ ഒരു കാര്യം പറഞ്ഞത്, അതായത് ജീവൻ എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും അടിസ്ഥാന ഗുണത്തിന് ആശ്രയിച്ച ഒരു കാര്യമുണ്ട്. പിന്നെ ജീവൻ എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിലാണ് ആ ജീവൻ വന്നിരിക്കുന്നത്. ഈ രജോ ഗുണത്തിൽ വന്ന സത്വഗുണമാണ് ജീവൻ കയറി വരുന്നത്. ഇത് ഈശ്വരൻ അങ്ങനെയല്ല, സത്വഗുണത്തിൽ തന്നെയാണ് ബേസായിട്ട് വന്നിരിക്കുന്നത്. ആ സത്വഗുണത്തിലുള്ള സത്വഗുണം വിഷ്ണു, സത്വഗുണത്തിലുള്ള രജോ ഗുണം ബ്രഹ്മാവ്, സത്വഗുണത്തിലുള്ള തമോ ഗുണം രുദ്രൻ. ഇങ്ങനെ സത്വഗുണം ബേസായിട്ട് നിന്നുകൊണ്ട് ഈ ഗുണങ്ങളിൽ ഈ മൂർത്തികൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രജോ ഗുണമാണ് ബേസായിട്ട് നിൽക്കുന്ന ജീവന് അവരുടെ അളവിന് വരാൻ പറ്റില്ല. എന്നാലും പറയണം, ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഒരു പറയുന്ന സ്മോൾ സ്കെയിലിൽ ഈ ഈശ്വരത്വം അതിലിരിക്കുകയാണ്. അവർ വിചാരിച്ചുള്ളവരാണ് രക്ഷിക്കാം, ശിക്ഷിക്കാം, നിലനിർത്താം എന്നുവേണം ചെയ്യാം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. മഹത്തുക്കളെ അവരുടെ ഒരു നോട്ടം മതി, എല്ലാം ശരിയാവും. പക്ഷെ എല്ലാ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം എന്താ, ലോകം മുഴുവൻ രക്ഷിക്കാനുള്ള ആ പവർ അവർക്കില്ല. പക്ഷെ എങ്കിലും സ്മോൾ സ്കെയിലിൽ അവരെ ആശ്രയിക്കുന്നവർക്ക് അവർ തണലാണ്. ഒരു തണൽ വൃക്ഷം നിൽക്കുന്നു, പക്ഷേ ആ തണൽ വൃക്ഷം എല്ലാവർക്കും ഉപകാരമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ തണൽ വൃക്ഷത്തിന്റെ ചോട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് അതുപോലെയാണ് ഞാൻ. അവരെ ആശ്രയിക്കുന്നവരുടെ ഈ പറഞ്ഞ ശീതളം, പിന്നെ ഈ പറയുന്ന ചൂടും ഇതെല്ലാം അവർ അകറ്റിക്കളയും. അതുപോലെ ഈ പദ്യം കൊണ്ട് എന്താണ് മനസ്സിലായത്? ഈശ്വരന് ജ്ഞാനിയോ ഒന്ന് തന്നെന്നോ ഒപ്പം തന്നെന്നോ ഒക്കെ പറഞ്ഞതിൽ വരുന്ന സംശയങ്ങൾ, ആക്ഷേപങ്ങൾക്ക് മറുപടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ, പക്ഷെ എന്നിരുന്നാലും ആ ഉപാധി ഇരിക്കുന്നത് വരെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശങ്കരഭഗവത്പാദർ ആവിർഭവിച്ചു, സാക്ഷാൽ ശിവസ്വരൂപമായിട്ടാണ് ആവിർഭവിച്ചത്. ഒരു വ്യത്യാസമില്ല. പക്ഷെ ശരീരത്തിൽ വന്നു എന്ന് പറയാൻ രജോ ഗുണം ബേസായി വന്നു. രജോ ഗുണത്തിലാണ് ആ വന്നിരിക്കുന്നത്. അതിൽ വന്ന സത്വഗുണത്തിൽ ജ്ഞാനമായി. പക്ഷെ എങ്കിലും അതിനൊരു ലിമിറ്റേഷൻ വരും. ഏതുവരെ എന്ന് ചോദിച്ചു, ഈ ശരീരം പോണവരെ. വിദേഹമുക്തി പര്യന്തം ഇങ്ങനെ തന്നെ. വിദേഹമുക്തിക്ക് ശേഷം അവന് സർവത്ര എല്ലാം പരിപൂർണമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന ഈ ജ്ഞാനികൾ തന്നെ. അതിന് നമ്മൾ ആരാധിക്കുന്നത് വേറെ ഏതോ മൂർത്തി രൂപത്തിൽ ആരാധിച്ചാലും ജ്ഞാനികളാണ്. മൂന്ന് പ്രബല ജ്ഞാനികളാണ് ഇതിലുള്ളത്. പിന്നെയുള്ള പദ്യങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. പറയണ്, അഖില ചിരുട്ടി തിരിനാശങ്ങൾ ചെയ്യുവാർ അവർ പിറർ മതികളും മുക്കാലങ്ങളും അറിവാർ. അവർകൾ അന്യരുടെ ബുദ്ധികളെയും ഭൂതഭവിഷ്യ വർത്തമാനം എന്നീ ത്രികാലങ്ങളെയും അറിയുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവർ വിഭുവാവർ സർവത്തിലും സംബന്ധിച്ചവരാകുന്നു. തവമികു ഗുരുവേ, തപോധനനായ ആചാര്യരെ, ഇവനുക്ക്, ഈ ജ്ഞാനിക്ക് ഇവയിൽ ഓർ ചറ്റും കാണേനേ, ആ മഹിമകളിൽ ഒരു ചെറുതുപോലും കാണുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു തവം എന്നത് തവമികു ഗുരുവേ എന്നാണ്. തവം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തപസ്സെന്ന് എടുക്കണ്ട, ക്ലിച്ചറ ചാന്ദ്രായണി തപസ് എന്നല്ല എടുക്കാനുള്ളത്. മറിച്ച് ഇവർ പറയുന്നു മനസ്സിന്റെ ഏകാഗ്രതയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഏകാഗ്രതയാണ് തപം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് പറയും. മനസ്സിലായിക്കോളൂ. അല്ലാതെ ക്ലിച്ചറ ചാന്ദ്രായണാദി തപസ്സിനെ അല്ല പറഞ്ഞു. എന്തിനാണ് ക്ലിച്ചറ ചാന്ദ്രായണി തപസ്? ഒരു തരം തപസ്സാണ് അത്. ഈ ചന്ദ്രന്റെ കലക്കനുസരിച്ച് ആഹാരം കുറച്ച് കൊണ്ടുവരുവായിരുന്നു. ഒരു ദിവസം അവരൊന്നും കഴിക്കില്ല. എന്നിട്ട് കർത്താവ് കഴിഞ്ഞ് പിറ മുറ്റുന്ന പോലെ അല്പം എടുത്ത് 16 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പഴയണക്ക് വരും. ഇങ്ങനെ ഒരു തപസ് ക്ലിച്ചറ ചാന്ദ്രായണാദി തപസ് എന്നാണ്. ഇത് എനിക്കെങ്ങനെ അറിയാൻ നമ്മൾ നെച്ചൂർ സ്വാമിയുടെ പ്രഭാഷണത്തിൽ കേട്ടു. മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലതൊക്കെ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവുകയില്ല. അല്ല, നമുക്കറിയാൻ പറ്റില്ല. തരണം.
അപ്പൊ ഇങ്ങനെയുള്ള തപസ് ചെയ്യുന്നവരായിട്ടാണ് പണ്ട് അവിടെ കഴിഞ്ഞിരുന്നവർ. കുറെ ആൾക്കാർ ഇങ്ങനെയാണ്. ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ഒരു സ്വാമി പറയുന്നത് സാത്വികമാണ്. ഭക്ഷണത്തിലൂടെയാണ് പലതും ഇതിൽ ശരിയായി വരുന്നത്. ഏറ്റവും ബേസാണ് ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം. സത്തുക്കളുമായിട്ട് ഇടപെടുക, എപ്പോഴും നിരന്തരം സത്തുക്കളുമായിട്ട് സംബന്ധിച്ചിരിക്കുക. ഉറക്കം പോലും ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ അവരുടെ ഉത്സവമൊക്കെ. കാരണം എന്ത് കണ്ടാലും അതിൽ അഹങ്കാരം വരാതെ ഇതിനെ ആ ഈശ്വരന്റെ തന്നോട് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതാണെന്നുള്ള ഒരു ഭയഭക്തിയോടുകൂടി കണ്ട് ഇതിന് പോയാൽ നല്ലതാണ്. അല്ലെങ്കിൽ അതുവഴി തന്നെ മറ്റവൻ വരും. ആര്? മറ്റേ ആളവിടെ ഒളിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്നത് കയറി വരുമോ? ചന്ദ്രനിലൊക്കെ എന്തോന്ന് ചെയ്യും, ഞാൻ എന്നെ പറ്റി എന്തോന്ന് മനസ്സിലാക്കി എന്നുള്ള മട്ടിൽ വരും. ഇവിടെയാണ് കുഴയണം. പറഞ്ഞല്ലോ, ഇത് നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളിൽ ഉദാഹരിച്ച് മാറ്റാൻ വേണ്ടി മാത്രമായിട്ട് വേദം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വേറൊരാളിൽ പരീക്ഷിക്കാനേ പാടില്ലതാണ് നിയമമാണിതില് പറയും. ഇങ്ങനെയാണ് ഈ 40-ാമത്തെ പദ്യം സ്വാമി അവസാനിപ്പിച്ചത്. കാരണം ചോദ്യം അത്രയും ഒന്നാണ്. ഈ ജ്ഞാനിയും ഈശ്വരനും ഒപ്പം വന്ന് പറഞ്ഞത് ഒരിക്കലും ഇദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ആര്? ഈ ശിഷ്യർ. അതെങ്ങനെ ശരിയാവും? അവരിങ്ങനെ ചെയ്യുന്നവരല്ലേ, അവർ പിറമതികളും മുക്കാലങ്ങളും അറിയുന്നവരല്ലേ, ഭൂതം ഭാവി ഭവിഷ്യത്തൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലേ ഈ ഈശ്വരന്മാര്. അങ്ങനെ പറ്റുന്നില്ലല്ലോ, ഈ ജ്ഞാനികൾക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ അവർ പറയുന്നു, അത് അടുത്ത പദ്യത്തിൽ അത് വ്യക്തമാക്കാൻ പോവുകയാണ്. ഈ 41-ാമത്തെ പദ്യത്തില് ഇതിൻ്റെ ഉള്ള മറുപടി സ്വാമി പറയുന്നു. തടത്ത് നീർ നിലാത്തിരിയൊളി ഉഭയവും തഴുവും ഊർത്തനെ കാക്കും. കടത്ത് നീർ വിളക്കിനൊളി ഇരണ്ടുമോർ കുടുംബമാത്തിരം കാക്കും. അടുത്ത മൈന്ദനെ ജ്ഞാനിയും ഈജനും അറിവിനാൽ പിരിവില്ലേ. കെടുത്ത മായയും ഗുണങ്ങളാൽ മേലൻറ്റും കീഴൻറ്റും പിരുവാമേ. തടത്ത് നീർ, തടത്തിലെ ജലവും നിലാത്തിരിയൊളി, തടത്തിലെ വെച്ചാൽ തടാകത്തില്, നിലാത്തിരിയൊളി നിലാവൊളി വെളിച്ചവും ഉഭയവും ഇവ രണ്ടും തഴുവും ഊർത്തനെ കാക്കും. അത് ഉള്ള പ്രദേശമെല്ലാം രക്ഷിക്കും. കുടത്ത് നീർ, കുടത്തിലെ ജലവും വിളക്കിനൊളി, വിളക്കിന്റെ പ്രകാശവും ആയ ഈ രണ്ടും കുടുംബമാത്തിരം കാക്കും. ഒരു കുടുംബത്തെ മാത്രം രക്ഷിക്കും. അടുത്ത മൈന്ദനെ സത്സംഗം ലഭിച്ച അലയോ ശിഷ്യ, ജ്ഞാനിയും ഈശ്വരനും, അതായത് തത്വജ്ഞാനിയും ഈശ്വരനും അറിവിനാൽ പിരിവില്ലേ. നാം ബ്രഹ്മമെന്ന ജ്ഞാനത്താൽ ഭേദമില്ല. കെടുത്ത ജീവൻ മുക്തി അടയാതെ പോകും ഇത് അവരുടെ ഉണർവിനെ ആവരണശക്തിയാൽ മറച്ചു കെടുത്ത മായയും ഗുണങ്ങളാൽ, മൂലപ്രകൃതിയുടെ സത്വഗുണ രജോ ഗുണങ്ങളാൽ മേലെന്റും ഈശ്വരൻ മേൽ ഉയർന്നവനെന്നും കീഴെന്റും ജ്ഞാനി താഴ്ന്നവനെന്നും പിരിവാം ഭേദമാകുന്നു. ഇതാണ്, ഇങ്ങനെയാണ് അവരിൽ വന്ന പിരിവ്. രണ്ടുപേരും, ഒരാള് ഒരു പ്രദേശം മുഴുവൻ രക്ഷിക്കുമെങ്കിൽ വേറൊരാൾ ഒരു കുടുംബം മാത്രം രക്ഷിക്കും. ഒരു കുടുംബം രക്ഷിക്കുന്ന വിധത്തിലാണ്. കുടത്തിലെ ജലവും വിളക്കിനൊളിയും വിളക്കിന്റെ പ്രകാശവുമായ രണ്ടും ഒരു കുടുംബമാത്തിരം കാക്കും. ഒരു കുടുംബത്തെ മാത്രം രക്ഷിക്കും. എന്നാൽ നിലാതിരി വെളിച്ചവും നിലാവെളിച്ചവും തടത്തിലെ ജലവും, ഒരു തടാകത്തിലെ ജലവും ഊർധനെ കാക്കും. ഒരു വലിയ ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷിക്കും. ഊർധനെ കാക്കും, ഒരു ഊരിനെ രക്ഷിക്കും. ഈ വ്യത്യാസമാണ്. രണ്ടുപേരും രക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ. പക്ഷെ കുറച്ച് ലാർജ് സ്കെയിലിൽ ഈശ്വരൻ രക്ഷിക്കുമെങ്കിൽ ഒരു സ്മോൾ സ്കെയിലിൽ ഈ ജ്ഞാനിയും രക്ഷിക്കും. അല്ലെ മുരടന്മാരായിരിക്കുന്ന ഈ ആളുകളെയൊക്കെ ഇങ്ങനെ തത്വജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമില്ല. അല്ലേ? ഞാൻ 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 എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല എല്ലാവരും. ഞാനിട്ട് ആരെന്നാണ് വിചാരം? അതൊക്കെ അങ്ങനെ ഒരു ഭാവമെങ്കിൽ വന്ന് എങ്ങനെയോ കലർന്നു പോയി. ഇത് നമുക്ക് ജന്മാന്തരങ്ങളായിട്ട്
നമ്മുടെ ജ്ഞാനത്തിന് വിരോധിയായിട്ട് നിൽക്കുന്നതാണെന്ന് എല്ലാവരും കിടന്ന് തലയിൽ കൈവച്ച് വിളിക്കുകയാണ്. നമ്മള് എഴുത്തച്ഛൻ എന്താണ് പറയുന്നത്? ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. ഞാനെന്നുള്ള ഭാവം തോന്നാനേ പാടില്ല. ഞാനെന്ന് കിളർന്ന് വരുന്നില്ല അവൻ വരാൻ സംബന്ധിക്കരുത്. ഞാൻ വലിയ കവിയാണെന്നുള്ളതും, ഞാൻ വൈദ്യനെന്നും, ഞാൻ പണക്കാരനെന്നും, ഞാൻ വലിയ കുടുംബക്കാരനാണെന്നും, ഡോക്ടറും വലിയ ഏത് രൂപത്തിലും ഈ ഞാനിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഭൗതികം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായിട്ടുള്ള എല്ലാ ലാഭങ്ങളും നമുക്ക് അജ്ഞാനമാണെന്ന് പറയുന്നത്. ഭൗതികത്തിൽ വരുന്ന എല്ലാ ലാഭങ്ങളും അജ്ഞാനമാണ്. കാരണം ഞാനിന് വളമാണ്. ഞാൻ എന്ന് പറയുന്നതിന് വളരാനുള്ള വളമാണ്. മനസ്സിലാക്കിക്കൊണ്ടാണ് ഭൗതിക്ക് പറഞ്ഞത്. ആ ഭാവത്തിനെ ഇല്ലാതാക്കുന്ന എന്ത് വേണം? ഈ പദവി ഇതെല്ലാവർക്കും മറ്റേ അവരൊക്കെ എന്ത് വലിച്ചെറിഞ്ഞിട്ട് പൊക്കളഞ്ഞ അതിനാണ്. ഇത് ഒന്നും വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, പേരും വേണ്ട, പുകഴും വേണ്ട, പണവും വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പൊക്കളയുന്നത് എന്താണ്? ഈ ജ്ഞാനെന്ന് പറയുന്നതിനെ കെടുത്താനുള്ള ഉപായമാണ്. എന്തെങ്കിലും ഒന്നിനെ പിടിച്ച് ഞാൻ എഴുതിക്കും, പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഇവൻ എണീറ്റിരിക്കും. ഒന്നുമില്ലെങ്കിലോ ശ്രീജി, ഞാനെന്നുള്ള അഹങ്കാരം ഇല്ലാതെ ഇവിടെ ഞാനോ അതല്ല പറയണത്. ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ഒന്നുമല്ല പറയണത്. ഇതിന്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ഇതിനൊരു പ്രസക്തി ഇല്ലാതെ പോയാലും ഈ ഞാൻ എഴുതില്ല. മനസ്സിലായില്ലേ? തുച്ഛം. എന്തിന് തുച്ഛം? നാരായണ തുച്ഛമായിട്ട് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഈ ലോക വിഷയങ്ങളെല്ലാം തുച്ഛമാണെന്ന് പറയുന്നത്. വേറെ ഒത്തി പറഞ്ഞു, ഈ ലോക വിഷയങ്ങളെല്ലാം അനന്ത ജഡ ദുഃഖരൂപമാണ്. ഇത് ശാശ്വതത്വമില്ല. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഒരാൾക്ക് സുഖമെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ആൻസർ പറയാൻ പറ്റില്ല. പണം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ദുഃഖമെന്ന് പറയാൻ. തലയ്ക്കും ഇതേ പണം വരുമ്പോൾ പണം ഉള്ളതാണ് ദുഃഖമായിട്ട് വരും. മനസ്സിലായില്ലേ? ഇതിന്റെ കാരണം എന്താണ്? ആളുകളൊക്കെ ഒന്ന് കടം ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ അവിടെ ചിത്ത വിളിക്കും. വെളിയിൽ പറയൂ ഭയങ്കരനാണ് കേട്ടോ, ആള് നമ്മൾ വിചാരിക്കുന്ന ആളല്ല കേട്ടോ, എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പബ്ലിസിറ്റി ചെയ്യും. ഇല്ല, ചെയ്യില്ല. ഇങ്ങനെ അപ്പൊ നോക്കണം. അപ്പൊ അത് ഉണ്ടാക്കിയ ദുഃഖമാണോ സുഖമാണോ വരും? ആളുകൾ പറഞ്ഞു ഈ ലോക വിഷയങ്ങളെല്ലാം ദുഃഖത്താൽ കെട്ടുപെട്ട് കിടക്കുന്നു. വിഷയങ്ങളെല്ലാം ദുഃഖത്താൽ കെട്ടുപെട്ട് കിടക്കുന്നു. അത് ചിന്മാൻ സ്വാമിയുടെ. അതുകൊണ്ട് ഈ വിഷയങ്ങളെ ഒരുപാട് അമിതമായി വെക്കുന്നത് നല്ലതാണ്. വേണം എന്നാ വയറ് കഴിക്കാൻ വേണ്ടി വല്ലതൊക്കെ വേണ്ട ഉള്ളി, അതൊക്കെ ഇതിലോട്ട് അതിലൊന്നും അഭിമാനിക്കേണ്ട. അതൊക്കെ ഈശ്വരൻ, അതെല്ലാം ഈശ്വരന്റെ വിഭൂതികളാണ്. ഈശ്വരൻ അതിലൊരല്പം നമുക്ക് നമ്മുടെ പുണ്യത്തിനനുസരിച്ച് തന്നിരിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനോട് ഒരു 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 പിന്നെ എന്താ പറയും, ഒരു ദാസഭാവത്തിൽ അങ്ങനെ പോയാലും മതി. അതും ഒരു നല്ല വഴിയാണ്. നമുക്ക് നമ്മുടെ പുണ്യത്തിന്റെ ഒരു ചെറിയൊരു അംശം ഭഗവാൻ നമുക്ക് ഇങ്ങനെ വിഭൂതിയായിട്ട് തന്നിരിക്കുന്നതാണ്. അതെന്റെ ഒരു കഴിവ് അതിൽ പറയുന്ന പക്ഷം തെറ്റി, എല്ലാം തെറ്റി. ഇതാണ് ഇപ്പൊ ഇവൻ അയൻ മാൽ ശിവനാകിയ അല്ല പാടി ഇത് കൊടുത്തത്. ഈശ്വരനും ജ്ഞാനിയുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ അറിവിനാൽ പിരിവില്ലേ. അവരുടെ അറിവെന്ന് വെച്ചാൽ എന്താണ് ഉള്ളി? അറിവെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടുപേരുടെയും പറയുന്നു? ഞാൻ ബ്രഹ്മമാണെന്നുള്ള നിശ്ചയത്തിന് അതിനെയാണ് അറിവെന്ന്. ബ്രഹ്മമാണെന്നുള്ള നിശ്ചയത്തിന് ഇളക്കമില്ല. ഈശ്വരനും ഇളക്കമില്ല, ജ്ഞാനിക്കും ഇളക്കമില്ല. അറിഞ്ഞുപോയി, അറിഞ്ഞുപോയാൽ പോയി. കണ്ടേ, കയറ് പാമ്പ് തോന്നിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഒരു മന്ദാന്തകാരമാണ് അതിന് കാരണം. ഈ മന്ദാന്തകാരം മാറ്റി ഒരു ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കയറാണെന്ന് കാണാൻ കഴിഞ്ഞാൽ പിന്നെ പാമ്പിന് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, ഇനി ടോർച്ച് അണച്ചാലും അത് പാമ്പാണെന്ന് നമുക്ക് തോന്നില്ല. കാര്യം ഇതെല്ലാം ഒരു ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നമുക്കിത് ഇങ്ങനെ വരുന്നതാണ്. ഈ ബ്രഹ്മം മാറിക്കഴിഞ്ഞാൽ അവർ പറയുന്നു ഞാനും പ്രകാശിച്ചു. ഞാനും പ്രകാശിക്കാന്ന് വെച്ചാൽ ബ്രഹ്മം നീങ്ങുന്നത് തന്നെയാണ്.
അതുവരയ്ക്കും ആ ഭ്രമം, അതാണ് ഇത് മറ്റത് മറിച്ചത്, ഈ രീതിയിൽ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ചഞ്ചലമാക്കിക്കൊണ്ട് നിൽക്കും. ഈ ചാഞ്ചല്യത്തെ, അതിന് ഏകാഗ്രത എന്ന് സംവിധാനത്തെ പറയുന്നത്, ആ ഏകാഗ്രതയും ഭംഗപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. ആ ഏകാഗ്രത ഭംഗപ്പെടാതെ നിൽക്കുന്നതിനെയാണ് ഇവിടെ തപസ്സെന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റക്കാലിൽ പൊക്ക് നിൽക്കുമ്പോൾ നിൽക്കുന്നതല്ല. ക്ലിച്ഛ ചാന്ദ്രായണ തപസ്സിനെ എന്നോ തപസ്സായിട്ടല്ല പറയുന്നത്. അതെല്ലാം ഒരുതരം ഒരു വൈരാഗ്യത. എന്താണ് തപസ് എന്ന് പറയുന്നത്? മനസ്സിന്റെ ഏകാഗ്രത. ആ ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ മാറ്റൂല. അവർക്ക് മാത്രമേ ഏകാഗ്രത. മറ്റേ അങ്ങനെയല്ല, മനസ്സിങ്ങനെ നിന്നിട്ട് അപ്പുറം ഇപ്പുറം ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും. ഇവിടെ നേരെ നിൽക്കുകയും ചെയ്യും, ഇപ്പുറത്തോട്ട് ചാടും അപ്പുറത്തോട്ട് ചാടും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മനസ്സിന്റെ ചാട്ടം, ചാഞ്ചാട്ടം. ഇതില്ലാതെ ആ ഏകാഗ്രമായിട്ട് ആ മനസ്സിനെ അങ്ങനെ നിലനിർത്തിയിരിക്കുന്ന ആ ധ്യാനം അങ്ങനെ അവിടെ നമ്മൾ ശീലിച്ച് വന്നാൽ അവർ പറയുന്നു ക്രമത്തിൽ ഇതങ്ങ് മാറും, ഈ രീതിയിൽ തന്നെ ആവും. പിന്നെ നമ്മളിങ്ങനെ ബലമൊന്നും പിടിക്കട്ടെ, നമ്മളെപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. തടത്തിലെ ജലവും നിലാവുളിയും വെളിച്ചവും കുടത്തിലെ ജലവും വിളക്കിന്റെ പ്രകാശവും ഉപാധിയാൽ ഭേദമല്ലാതെ രക്ഷിക്കുക എന്ന കർമ്മത്തിൽ ഭേദമില്ലാത്തതുപോലെ ഈശ്വരൻ ജ്ഞാനി മായാഗുണങ്ങളാൽ ഭേദമുണ്ടെങ്കിൽ അല്ലാതെ ജ്ഞാനത്തിൽ ഒരു ഭേദവും ഇല്ലെന്നറിയുക. നരനിൽ മന്നനെ ചിത്തரை പോലവേ നാരണൻ മുതലാന സുരകൾ മായി വല്ലവര അണിമാതികളൊക്കെ മാധവമിക്കോർ തരണി മാനുടർക്ക് അവകളിൽ ഇല്ലായ്മയാൽ താഴുള്ളവരാനാലും പിരമഭാവനയിനാൽ ഇവരവരനും ഭേദമെന്തി ഇലയിപ്പാരായി. നരരിൻ മന്നനെ ചിത്തரை പോലവേ നാരണൻ മുതലാന സുരകൾ മായൈ വല്ലവര അണിമാതികളൊക്കെ മാധവമിക്കോർ തരണി മാനുടർക്ക് അവകളിൽ ഇല്ലാമയാൽ താഴ്വുളരാനാലും പിരമഭാവനയാൽ ഇവരനും അവരനും ഭേദമൊന്നില്ലയിപ്പാരായി. മനുഷ്യരുടെ ഇടയിൽ മന്നനെ ചിത്തரை പോലവേ ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനമുള്ള രാജാവിനെയും ശാപാനുഗ്രഹ സാമർഥ്യമുള്ള സിദ്ധരെയും പോലെ നാരണൻ മുതലാന സുരകൾ വിഷ്ണു മുതലായ ദേവന്മാർ മായൈ വല്ലവർ മായൈ ചെയ്യുന്നതിൽ സമർത്ഥർ അണിമാതിതൊക്കെ അണിമ മഹിമ കരിമ ലഘിമ പ്രാപ്തി പ്രാഗാമി ഈശ്വത്വം വശത്വം എന്ന അഷ്ടസിദ്ധികളും കൈവന്ന മാധവമിക്കോർ തപസ്സുറ്റവർ തരണി മാനുടർക്ക് ഭൂമിയിൽ മനുഷ്യദേഹമുള്ള ജ്ഞാനികൾക്ക് അവകൾ ആ മായാവല്ലഭവും അണിമാതിയ അഷ്ടൈശ്വര സിദ്ധികളും ഇല്ലാത്തതിനാൽ അവർ താഴ്ചയുള്ളവരായാലും പിരമഭാവനയാൽ നാം ബ്രഹ്മം എന്ന സംസ്കാരത്താൽ ഇവർ എന്നും ഭേദം, അവരെന്നും ഈശ്വരൻ ജ്ഞാനി എന്ന ഭേദം, അതായത് ജ്ഞാനികൾക്ക് താഴവും ഉള്ളവരെന്നും ഈശ്വരന് ഉയർവുള്ളവനെന്നും പറഞ്ഞ ഭേദം ഒട്ടുമില്ല പാരായി. നീ ഇതിനെ ഊഹിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ ഇതിനെ ഒരു ലോജിക്ക് തോന്നുന്നു പറയാം. അതായത് നമുക്കിപ്പോ ഒരാളുടെ മനസ്സിൽ എന്തിരിക്കണമെന്നോ വൈകരിക്കുന്നതെന്നോ കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമൊന്നുമില്ല. അതൊക്കെ വിട്ടവരാണ് ജ്ഞാനികൾ. വാസ്തവത്തിൽ പിന്നെ ഒരു കൂട്ടർ പറഞ്ഞത്, ചിന്മയാന സ്വാമികളെ പോലെ കുറിച്ച് പറഞ്ഞത്, ജ്ഞാനികളാണ് ഉയർന്നത്, ഈശ്വരനല്ല. പറയുമ്പോൾ പതുക്കെ പറയാം. കാരണം അവർ ഈ മായ കാര്യങ്ങൾ ഒരാളിൻ്റെ അത് ഇതൊന്നും നോക്കിയൊന്നുമില്ല. അവരെപ്പോഴും ആ ബ്രഹ്മനിലയിൽ തന്നെ അങ്ങനെ ഇരിക്കും. ഈ മായയുടെ ഗുണങ്ങളെ വെച്ച് കൂടുതൽ കളിക്കുന്നത് ഈശ്വരനാണ്. ജ്ഞാനികളെ മായയെ വിട്ടുകളഞ്ഞു, പൂർണ്ണമായി വിട്ടുകളഞ്ഞു. അവരെ അന്തരംഗത്തിൽ മായയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളുമില്ല. ഈശ്വരൻ അങ്ങനെയല്ല, മായയെ വെച്ച് അമ്മാനമാടി കളിക്കുന്നതാണ്. ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു
കൺസെപ്റ്റ് ഇതിനെ പറ്റി പറയണം. അതിൽ ജ്ഞാനികളാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഒരു പൊടിക്ക് താഴ്ന്നു. അതിന് മേലിലാണ് ജ്ഞാനി നിൽക്കുന്നത് എന്നൊരർത്ഥത്തിൽ പിന്നീട് സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്? മായയെ എടുത്ത് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് കളിക്കുന്നില്ല. ആ കളി ആർക്കില്ല? ജ്ഞാനിക്കില്ല, ഈശ്വരനുണ്ട്. ഒരാളിന്റെ മനസ്സറിയാം ഈ അഷ്ടൈശ്വര സിദ്ധികളുണ്ട് അവർക്ക്. ഇതില്ലേ അണിമ, ലഹിമ, മഹിമ ഓരോന്നിനും പറയുന്നു. സ്വാമി പറയുമായിരുന്നു ഏറ്റവും ചെറുതാവാനും ഏറ്റവും വലുതാവാനും പ്രാപ്തി, പ്രാഗാമ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിദ്ധികളുണ്ട്. അത് ഈശ്വരത്വം വരുന്നവർക്ക് വരും. പക്ഷെ ജ്ഞാനികൾ അതിനെ ഉപേക്ഷിച്ചു. നമ്മുടെ കഥ പറഞ്ഞായിട്ടില്ല സുരേഷ്, നമ്മുടെ ഗുരുദേവന് എൻ്റെ ഏറ്റവും പിന്നെ ആദ്യത്തെ ശിഷ്യനാണ് വിപ്രകാശാനന്ദെന്ന് വലിയ ചെറുപ്പം. അപ്പോൾ ഒരിക്കലെങ്ങനെ ഇദ്ദേഹം ആ കുളത്തിലെ പദ്മാസനത്തിലിരുന്ന് ധ്യാനിക്കുന്നതായിട്ട് ആരോ കണ്ടു. ചെന്ന് പറഞ്ഞു കൊടുത്തു, സ്വാമി വിപ്രകാശ സ്വാമികൾ ആ കുളത്തിൽ പദ്മാസനത്തിലിരിക്കുന്നത് പറഞ്ഞു. സ്വാമി കണ്ടുകൂടാ, അത്രയ്ക്ക് ഇതൊന്നുമില്ല. പടന്ന് ആ വടിയെടുത്ത് കുത്തി പടന്ന് ഓടിയെന്നാണ് പറഞ്ഞത്. ഓടി വന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇടാ ഇതിനെക്കാട്ടി നന്നായിട്ട് തവളയിരിക്കുമല്ലോടാന്ന് പറഞ്ഞു. ഏറെ പാടാൻ പറഞ്ഞു. നമ്മൾ കേട്ടതാന്ന് പറയണം, നമുക്ക് പറഞ്ഞൂടെ ഇല്ല. എങ്കിലും പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടായിരുന്നു. ഈ സിദ്ധികൾ ജ്ഞാനികളെ അശേഷം തൊടില്ല. അത് കുറവായിട്ടാണ് വലുതായി. ഇതിൽ അഭിമാനം ഇല്ലാതെ എന്തിനാണ് വഴി? ഇതൊക്കെ നിസ്സാരമായിട്ട് വിചാരമായിട്ട് വിവേകമായിട്ട് നിന്നാലും പോകും. ഇപ്പൊ വിവേകമാണ് നമ്മൾ പറയണത്. സ്വാമിമാർ കണ്ടില്ല, നമ്മുടെ ഗുരുദേവൻ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ ഒരു തവള ഇതിനെക്കാട്ടി ഇത് നന്നായിട്ട് ഇരിക്കുമല്ലോടാ, കയറി വാടാന്ന് പറഞ്ഞ് വിളിച്ചു. കാര്യം അറിയാമോ? തിരിച്ചു പോവേണ്. കുറച്ച് സിദ്ധികൾ ഇതാണ് നമ്മുടെ പുണ്യബലം പോവേണ്, തിരിച്ചു പോവേണ്. തിരിച്ചു പോയ അജ്ഞാനത്തിൻ്റെതും പണ്ടിരുന്നേക്കാട്ടി ഭയങ്കര താഴെ വരേണ്ടി വരും. ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജ്ഞാനികൾക്ക് ഈ സിദ്ധികളൊന്നും അവര് ചെയ്യാത്ത, അവർക്ക് അറിഞ്ഞുകൂടാത്തതല്ല സ്ഥിതി. പരിശുദ്ധമായ ജ്ഞാനത്തിലേക്ക് പോണവർക്ക് ഈ സിദ്ധി അലങ്കാരമല്ല, ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ പറയണം, ഇവർ ചോദിക്കുന്ന ഇതാണ്, നരളിൽ മന്നനെ ചിത്തനെ പോലവേ നാരായണൻ മുതലാന സുരர்கள் അണിമാതി സിദ്ധികളുണ്ട്, അവർക്കെല്ലാം ഉണ്ട്. പിന്നെ തരടി മാനുടർക്ക് ഈ മനുഷ്യപ്പിറവി വന്ന ജ്ഞാനികളാണ്, അവരെ മനുഷ്യപ്പിറവികളാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് ഇതൊന്നും അല്പം പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ രണ്ടൊരു ഒന്നെന്ന് പറഞ്ഞത്? ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതിനാണ് സ്വാമി പറയുന്നത്, ഇവർക്ക് ഉയർവെന്ന് പറയുന്നത് ബ്രഹ്മഭാവനയിൽ ഇവർക്ക് യാതൊരു മേലും താഴമില്ല. രണ്ടുപേരും ഒരുപോലെ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭവത്തിലിരിക്കുകയാണ്. അതേ അപരോക്ഷമായിട്ടുള്ള അനുഭവത്തെയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം എന്നുള്ള ആ അനുഭവത്തിൽ നിന്നും ഒരു പുടി പോലും മാറുന്നില്ല. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് ഈ പറയുന്ന രൂപത്തിലുള്ള സിദ്ധികളും കാര്യങ്ങളുണ്ട്. ആ മായ കുറച്ച് കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്ന ആളാണ് ഈശ്വരൻ. ഞാൻ ഈ മായയെ പൂർണ്ണമായി വിട്ടുകളഞ്ഞാണ്. മായയെ തള്ളി, ജനിത്ത മായയെ തള്ളി നിന്ന്, അത് തള്ളി നിന്നാണ് അവർ ആ ജ്ഞാനത്തെ അടഞ്ഞിരിക്കുന്നത്. ഉയർന്നവരാണ്. പിന്നെ ഒന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതാണ്, ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ഒരു പിറവി എടുത്തു വന്ന് ഇത് സാധിക്കേണ്ട ഒരു കാര്യം വരും. അങ്ങനെയാണ്. കാരണം അവരും ഈ പറഞ്ഞ മൂർത്തികളായിട്ട് ഏതോ ഒരു പദവിയിൽ വന്നിരിക്കുകയാണ്. ജ്ഞാനത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരുപാട് പദവികൾ വന്നു ചേരും. പലരും അതാണ് ശ്രേഷ്ഠമെന്ന് വിചാരിച്ച് പോകുന്നവരുണ്ടെന്ന്. അത് പരിപൂർണമായിട്ടുള്ള ശാശ്വത മുക്തിയെ കൈവരിക്കുന്നവരെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയല്ല. അവരിതെല്ലാം ഒരു പൊടി പോലും ഒരു കർത്തവ്യ ബുദ്ധി വരാതെ ഇരിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറും. കർത്തവ്യം എന്ന് പറഞ്ഞാൽ കർത്തവ്യമാണ്, ചെയ്യാനുണ്ട്, ചെയ്യണം. ഈ രൂപത്തിൽ എന്തെങ്കിലും ഉള്ളവരെല്ലാം ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ വന്ന് വീഴും. ശ്രേഷ്ഠം തന്നെ വിക്രമം. ഇതൊന്നും നമ്മൾ വിചാരിക്കും പോലെ ഈ താഴെ ഇരുന്ന് പറഞ്ഞ് മോശം പറയണല്ല. ഇത് ജ്ഞാനത്തിലേക്ക് വരുന്നതിനിടയ്ക്ക് വരുന്ന
ഒരുപാട് തടസ്സങ്ങളും സൂക്ഷ്മത്തിലിരിക്കുകയാണ്. മനസ്സിലായിക്കോളും. ഇവിടെ സ്ഥൂലത്തിൽ വാസ്തവത്തിൽ ഒന്നുമില്ല, കാണുകയില്ല, മാറ്റുകയില്ല. സൂക്ഷ്മത്തിൽ അതിസൂക്ഷ്മമായിട്ട് ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ വേറെ. അതാണ് പരിപൂർണ ജ്ഞാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരണമായ ഒരു കാര്യമാണ്. അങ്ങനെ വന്ന അപൂർവമായിട്ടുള്ള ആളുകളെ ഭാഗവതം പറഞ്ഞിരിക്കുന്നു. ഭഗീരഥൻ, മാബലി, ജനകൻ, ഭൂസുണ്ടൻ, ഇവരൊക്കെ ആ കറക്റ്റ് ബുദ്ധിയിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ച ആൾക്കാരാണ്. ഈ ഭാഗവതം പറഞ്ഞിരിക്കുന്ന ഉത്കൃഷ്ടമായ ജ്ഞാനികളെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പരിശോധിച്ചാൽ അറിയാം അവരുടെയൊക്കെ ജീവിത രീതികൾ ഇങ്ങനെയാണ്. മറ്റുള്ളവരെല്ലാം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെയും റിഫൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെയും ചിലപ്പോൾ ചിലർ ശരീരം എടുക്കും, ചിലർ സൂക്ഷ്മത്തിൽ തന്നെ നിൽക്കും. എന്നിട്ട് പിന്നെ ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അങ്ങനെ തന്നെ നിന്ന് അവർ കാര്യം പൂർണ്ണമായിട്ട് ആ വിദേഹമുക്തി എന്നുള്ള പൂർണ്ണമായി സമ്പാദിച്ചു പോകും. അപ്പോൾ ഈ 42ാമത്തെ പദ്യം 42ാമത്തെ പദ്യമാണ് നമ്മൾ വായിച്ചത്. ഇവരിലുള്ള വ്യത്യാസം എന്തിനാണ് ഇപ്പൊ പറഞ്ഞത്? അറിവിൽ വ്യത്യാസമില്ല. ഞാൻ ബ്രഹ്മമാണെന്നുള്ള അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ. പക്ഷേ ജ്ഞാനി കുറച്ചുകൂടെ ഉയർന്ന ആളാണ്. അതുകൊണ്ട് ഈ മായയെ വിട്ട് കളഞ്ഞു, ഉപേക്ഷിച്ചു കളഞ്ഞു. പൂർണ്ണമായി ഉപേക്ഷിച്ചവരെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഈശ്വരൻ ഒരു അല്പം അതിനെ പിടിച്ചു വെച്ചിരിക്കുക. എന്നാലും ഈശ്വരൻ അതുകൊണ്ട് ഒരു കുറവില്ല. എങ്കിലും അതിസൂക്ഷ്മ തലത്തിൽ കുറവുണ്ടെന്ന് ചെറിയ ചില കുറവുകൾ പറയപ്പെടുന്നു. അവരെയൊക്കെ ഉപാസിച്ച് തന്നെ മേൽഗതിയുള്ളൂ. അതങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ രൂപത്തിലെല്ലാം സംസ്കാരങ്ങൾ വെച്ചിരിക്കുന്നത്. അത് ശരിക്കുള്ള ഭാവം എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിന്റെ പരിപൂർണമായ ശുദ്ധിയാണ്. ആ ശുദ്ധി എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ഈ ഞാനെന്ന് തോന്നാതെ ഒന്നും തോന്നില്ല. ഞാനെന്ന് എഴുത പിന്നെ എല്ലാവരും ഞാൻ ആരാണെന്ന് ഇതുവരെ ആരും നോക്കിയിട്ടില്ല. ഏതിനെങ്കിലും തൊട്ട് അതാണ് ബാലിയുടെ കഥ പറഞ്ഞത്. ബാലിക്ക് അവരുടെ പരാക്രമം എന്ന് പറയുന്നത്, ബാലി ഭയങ്കര പരാക്രമിയാണ്. സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഓടി നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടുകയാണ്. അൻപസ്വാമിയാണ് ആകെ രക്ഷ. ആദ്യം അൻപസ്വാമി ഇദ്ദേഹത്തെ കൊണ്ട് ഋഷിമുഖാചലത്തിൽ കൊണ്ടുവച്ചു. ഇവിടെ ഇരുന്നോ, ഇവിടെ നിങ്ങൾക്ക് ബാലിയുടെ ശല്യം വരില്ല. ഋഷിമുഖാചലം അതൊക്കെ സൂക്ഷ്മത്തിൽ ജ്ഞാനത്തിന്റെ ചില ഭാവങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഈ ബാലിയുടെ പരാക്രമത്തിൽ നിന്ന് പിന്നെ രക്ഷിച്ചത് എങ്ങനെയാണ്? ബാലിയുടെ പരാക്രമം 7 സപ്തസാലങ്ങളിലാണ്. 7 വൃക്ഷങ്ങളാണ്. ഈ 7 വൃക്ഷങ്ങളെ അവർ പറഞ്ഞു വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെ ഒറ്റ ഒളി അമ്പിനാൽ എയ്തു മുറുക്കിയെങ്കിൽ ബാലിയെ കൊന്നുള്ളൂ. ബാലിയെ നേരിട്ട് കൊല്ലാൻ പറ്റില്ല. ബാലിയെ കൊല്ലാൻ പറ്റാത്ത എന്തുകൊണ്ട്? തന്റെ നിഴലിനെ കൊല്ലാൻ എനിക്ക് പറ്റുമോ? നിഴലാണ് ബാലി. താൻ തന്നെയാണ് തന്റെ നിഴലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞു ആ കുളത്തിലെ ആ ചട്ടിയിലെ വെള്ളം വറ്റിക്കാൻ പറഞ്ഞു അല്ലേ? ഇവിടെ പറഞ്ഞ് ഈ വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെ ഒറ്റ ഒളി അമ്പിനാൽ ഏത് മുറുക്കി ജിമാൻസൺ പറയും. അതെങ്ങനെ ഒരു അസ്ത്രം വട്ടത്തിൽ ഇങ്ങനെ പോണ ഒരു അസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ആരെങ്കിലും? അപ്പൊ അതൊന്നും ആ പറയുന്നത് അങ്ങനെയല്ല. അതിന്റെ അർത്ഥം ജ്ഞാനത്തിൽ നിൽക്കുക. ഇത് വട്ടത്തിൽ നിൽക്കുകയാണ്. ഒറ്റ ഒളിയമ്പി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി. ഈ ആപ്പ് കൊണ്ട് ഇതിനെ ഏത് മുറിക്കണം? അത് ഇതിൽ പറഞ്ഞില്ലേ, ഞാൻ ഈ ദേഹമോ ഈ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ അല്ല എന്ന് പറയുന്നതാണ് ഈ അമ്പ്. ഈ അമ്പിന് അവിടെ അത്രയും മൂർച്ച പോരാ. പക്ഷെ ഞാൻ ആരാണെന്നൂടെ പറയണം. അഹം ബ്രഹ്മാസ്മി. ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു അസ്ത്രം ഉപയോഗിച്ച് ഇതിനെ ഈ വൃക്ഷങ്ങളെ 7നെയും മൂർത്തിരിക്കുന്നതിനെയാണ് നമ്മുടെ അഭ്യാസം. പട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെ ഒറ്റ ഒളി അമ്പിനാൽ ഏതു മുറുക്കിയെങ്കിൽ ബാലിയെ കൊന്നിടാം. അല്ല വേറെ വഴിയൊന്നും. അടുത്ത പദ്യങ്ങൾ വായിച്ച് നമുക്ക് നിർത്താം. അല്ല വേണ്ട, വായിച്ചിട്ടുണ്ട്. മുത്തി നൽകിയ സദ്ഗുരുവെ പല മുനികൾക്ക് അനുമാതി സിദ്ധികൾ ഭൂമിയിൽ കണ്ടിരിക്കവും അന്ത ചെൽവം ഈശനുടെ നെഞ്ചിയിൽ പുത്തിയൊത്തിട ഉരയ്ത്ത് അരുൾ അഞ്ചിയിടിൽ പുകഴും ഈശനെ നോക്കി ഭക്തി ചെയ്തിടും
തവത്തിനാൽ യോഗത്താൽ പരിത്തതെന്തറിവായേ. ഓ വയ്യനേ നന്ദ ജന്മങ്ങളാണ്ടവയ്യനേ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി. ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായി ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി. സത്യത്തിൽ സുഗഗനമാം ഗുരുവേ പോറ്റി. ജലനവിലാശാസപര ഗുരുവേ പോറ്റി. നിത്യഗുണമാന ഗുരുവേ പോറ്റി. നിരഞ്ജനമായി നിന്റെ പര ഗുരുവേ പോറ്റി. ശുദ്ധപര വെളിയാന ഗുരുവേ പോറ്റി. സൂക്ഷ്മമായി നിറന്തപര ഗുരുവേ പോറ്റി. അദ്വൈത പൂരണമാം ഗുരുവേ പോറ്റി. അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി.